ആരോഗ്യകരമായ ജീവിതത്തിന് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വസ്തുതകളുടെ അറിവ് അനിവാര്യമാണ്. വൈദ്യശാസ്ത്ര രംഗത്തു നിന്നുള്ള പുത്തൻ അറിവുകളും അടിസ്ഥാന വസ്തുതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാഴ്ചവെക്കട്ടെ. ഇന്ന് ആദ്യം വിദഗ്ധ ഡോക്ടർമാരുമായുള്ള അഭിമുഖമാണ്. കേരളം ഇന്ന് രാജ്യത്തിന്റെ അല്ല, ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ മദ്യപാന തലസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ വർഷം ചെല്ലുന്തോറും കേരളത്തിൽ അധികം പേർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ അധികം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനം ഒരു സാമൂഹ്യ ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മദ്യം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്? ഇവ ഒഴിവാക്കുവാൻ എന്തു ചെയ്യണം? ചികിത്സിക്കുവാൻ എന്തു ചെയ്യണം? ഇതേക്കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളത്തെ കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രാജീവ് ജയദേവനാണ്. ഡോക്ടർ പൾസിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറഞ്ഞതുമാതിരി കേരള ഒരു വേൾഡ് ക്യാപിറ്റലായി മാറിയിരിക്കുകയാണ് ആൽക്കഹോളിന്. ഈ മദ്യം എത്രത്തോളം വലിയൊരു സാമൂഹ്യ വിപത്താണ് ഇന്ന് കേരളത്തിൽ? ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുമാതിരി സമീപകാലത്ത് വന്ന ഒരു BBC ന്യൂസ് റിപ്പോർട്ടിൽ കേരളത്തെ ആൽക്കഹോൾ ക്യാപിറ്റലായി വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പെർ ക്യാപിറ്റ കൺസംഷനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഒരു വ്യക്തി എത്രത്തോളം മദ്യം ഉപയോഗിക്കുന്നു എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇതിന്റെ കൺസംഷൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞ മാതിരി പ്രവണത വർദ്ധിച്ചു വരികയാണ്. അതനുസരിച്ചുള്ള അസുഖങ്ങളും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്ന നിലയിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലും ഞാനത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ മദ്യം എന്ന് നമ്മൾ പറയുമ്പോൾ, ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും എന്തൊക്കെയാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിന്റെ നിർവചനത്തിൽ വരുന്നത് എന്നറിയില്ല. ചിലർ പറയും, ഡോക്ടറെ ഞാൻ കള്ള് മാത്രമേ കുടിക്കുകയുള്ളൂ, ഡോക്ടറെ ഞാൻ ബിയർ മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ റമ്മാണെങ്കിൽ മാത്രമേ ആൽക്കഹോൾ ആണ് എന്ന് പലരും ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ മദ്യം എന്ന് പറയുമ്പോൾ അതിന്റെ നിർവചനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? മദ്യം എന്നുള്ള നിർവചനത്തിൽ ആൽക്കഹോൾ കണ്ടന്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളാണ് മദ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറ്. അപ്പൊ അതിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും പ്രാബല്യത്തിലുള്ളത് റമ്മും ബ്രാൻഡിയുമാണെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അതിന് പുറമെ ബിയർ, കള്ള് അല്ലെങ്കിൽ ടോഡി, പിന്നെ മറ്റ് സ്പിരിറ്റ്സ്, വോഡ്ക, ഇതെല്ലാം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതായിട്ട് ഇതെല്ലാം മദ്യം തന്നെയാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിന്റെ അംശം തോത് അല്ലെങ്കിൽ പെർസെന്റേജിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. വോഡ്കയിലും മറ്റും വളരെ ഹൈ പെർസെന്റേജ് ആണ്. പക്ഷെ ബിയറിലും ഒരു പ്രത്യേക പെർസെന്റേജ് ഉണ്ട്. എന്നാൽ മറ്റ് സ്പിരിറ്റ്സിന് അത്രയും ഹൈ പെർസെന്റേജ് അല്ലെങ്കിലും ബിയർ കുടിക്കുന്നതും മദ്യം കഴിക്കുന്ന അതേ ഒരു എഫക്റ്റ് ആണ് ശരീരത്തിലുണ്ടാകുന്നത്. വോഡ്കയിൽ യഥാർത്ഥത്തിൽ ആൽക്കഹോൾ പെർസെന്റേജ് കൂടുതലാണ്. അടുത്തിടയ്ക്ക് ഇൻഫാക്ട് ഒരു ലേഡി എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വോഡ്ക മാത്രം ഉപയോഗിക്കും. അപ്പൊ അത് ആക്ച്വലി മദ്യത്തിന്റെ നിർവചനത്തിൽ ഇതെല്ലാം വരുമെന്നുള്ളതാണ്. തീർച്ചയായും. മദ്യം ഏതളവിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതോ ഏതളവിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത്? മദ്യം പല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കേരളത്തിൽ ഇതിന്റെ കൺട്രോൾ അല്പം കുറഞ്ഞു പോകും എന്നുള്ളതാണ് എന്റെ സംശയം. അപ്പോ അതിന്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ലിവർ ഡിസീസ്, അതുപോലെ തന്നെ ക്യാൻസർ, പിന്നെ നെർവ് ഡിസീസ്, ഇതെല്ലാം നാട്ടിൽ കണ്ടുവരാറ്. ഏതൊക്കെ അവയവങ്ങളെയാണ് മദ്യം ബാധിക്കുന്നത്? മദ്യം ശരീരത്തിലെ ഏകദേശം എല്ലാ അവയവങ്ങളെയും നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കാറുണ്ട്. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്ന നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ ലിവറും പാൻക്രിയാസുമാണ് പ്രധാനമായും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഡാമേജ്. പിന്നെ ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ന്യൂറോപ്പത്തി കണ്ടുപോകാൻ കാണുന്നുണ്ട്. ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഞരമ്പ് രോഗങ്ങൾ. പിന്നെ ഹാർട്ട് ഡിസീസസ്, ഹാർട്ട് ഫെയിലിയർ, അത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സ്റ്റമക് റിലേറ്റഡ് പ്രോബ്ലംസ്, അൾസർ, സ്റ്റമക് ക്യാൻസർ, ഇസോഫഗസ് ക്യാൻസർ, അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും കാണുന്ന അസുഖങ്ങൾ ആൽക്കഹോൾ റിലേറ്റഡ് ആണെങ്കിൽ അത് വ്യത്യാസമുള്ള അസുഖങ്ങളാണ്. അപ്പോൾ പ്രധാനമായും ലിവർ ഡിസീസും പാൻക്രിയാറ്റിക് ഡിസീസുമാണ് ഞാനിവിടെ
പ്രധാനമായും കാണാറുള്ളത്. ഇപ്പോ ഈ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി ഞരമ്പ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയത്തിൽ തന്നെ താള വ്യതിയാനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ അരിത്മിയാസ് നമ്മൾ അതിന് പറയുന്നു. ചിലർക്ക് നെഞ്ചിടിപ്പ് പടപടപെടുന്നുണ്ടാകുന്നു. പിന്നെ ചിലർക്ക് ഹൃദയം വലുതാകുന്ന ഒരവസ്ഥ, കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞിട്ട് അത് ഹൃദയ പരാജയത്തിലേക്ക് നീങ്ങുന്നു. ഈ മാനസിക രോഗങ്ങളുടെ ഒരു കാരണം തന്നെ പലരിലും മദ്യപാനമാണ്. ചിലർ മാനസിക സംഘർഷം കൊണ്ടാണ് മദ്യപിക്കുന്നതെങ്കിലും മദ്യപിച്ചു കഴിയുമ്പോൾ പല മാനസിക രോഗങ്ങളുടെയും ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും പലരും പിന്നെ മദ്യത്തെ ഭയക്കുന്നത് ഇത് കരളിനും അതുപോലെ തന്നെ ഉദര സംബന്ധമായും വരുത്തുന്ന പ്രശ്നങ്ങളിലാണ്. ഈ മദ്യവെച്ച് കഴിയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് കലശലായ വയറുവേദന വരുന്നു, അല്ലെങ്കിൽ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നു. അപ്പൊ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി വളരെ കടുത്ത പ്രശ്നങ്ങൾ വരെ ഈ ഉദര സംബന്ധമായി മദ്യപാനം ഉണ്ടാക്കുന്നു. ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടൻ വരുന്ന തരത്തിലുള്ള ഉദര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മദ്യപിച്ച് കഴിഞ്ഞാൽ ഉടൻ വരുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ് പാൻക്രിയറ്റൈറ്റിസ്. പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദഹന ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന നീർവീക്കമാണ് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ ഇസ് ഡയറക്ട്ലി ടോക്സിക് ടു ദി പാൻക്രിയാസ്. അതായത് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് പാൻക്രിയാസിന് ഡാമേജ് നടത്തും എന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ പാൻക്രിയറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കടുത്ത വയറുവേദന, മുകൾ ഭാഗത്ത് ഗ്യാസ്ട്രൈറ്റിസ് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അതിനേക്കാളും കഠിനമായിട്ടുള്ള വയറുവേദന, അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ ഛർദിയും വയറ് വിങ്ങി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. പാൻക്രിയറ്റൈറ്റിസ് ഒരുപാട് കേസുകൾ ഞാനിവിടെ ഇന്ത്യയിലും വിദേശത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കുമായിട്ട് സമാനമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന എല്ലാ വ്യക്തികളും മരിക്കുന്നില്ല. ചിലരാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടുന്നുണ്ട്. ചിലരാണെങ്കിൽ വളരെ കാലം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരുപക്ഷെ മരണത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് നമ്മൾ കാണുന്നുണ്ട്. പാൻക്രിയറ്റൈറ്റിസ് ഏതാണ്ടതുപോലെയാണ്. പാൻക്രിയറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പലരും 2-3 ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കാറുണ്ട്. ചിലർക്കാണെങ്കിൽ 1-2 ആഴ്ച വേണ്ടി വന്നേക്കാം. ചിലരാണെങ്കിൽ സുഖം പ്രാപിക്കുകയില്ല. വളരെ കോംപ്ലിക്കേഷൻ, സങ്കീർണതകൾ നിറഞ്ഞ ഒരു ആശുപത്രി ഹോസ്പിറ്റൽ സ്റ്റേയും ഒരുപക്ഷെ ഡെത്തും ആയിരിക്കും അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയും. ഇത് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ്. ഇത് ആർക്ക് എപ്പോൾ എങ്ങനെ സംഭവിക്കാമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റുകയില്ല. വർഷങ്ങളോളം ആൽക്കഹോൾ ഉപയോഗിച്ച് വരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മറ്റൊരു ഡ്രിങ്ക് കഴിക്കുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മദ്യം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഈവൻ വിത്ത് ദ ഫസ്റ്റ് ഡ്രിങ്ക് ഹി ക്യാൻ ഗെറ്റ് ഹിസ് ഫസ്റ്റ് ബൗട്ട് ഓഫ് പാൻക്രിയറ്റൈറ്റിസ്. അപ്പോൾ അതാണ് അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ്. പിന്നെയുള്ളത് ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് ആണ്. മദ്യം ദീർഘകാലമായിട്ട് ഉപയോഗിച്ച് ശീലമുള്ള ഒരു വ്യക്തിക്ക് പാൻക്രിയാസ് ഗ്ലാൻഡിൽ ദീർഘകാലമായിട്ടുണ്ടാകുന്ന നീർവീക്കത്തിനാണ് ഈ ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് പാൻക്രിയാസ് ഗ്ലാൻഡിനുള്ളിൽ കാൽസിഫിക്കേഷൻസ്, ചെറിയ കല്ലുകൾ ഉണ്ടാവുകയും അതിനകത്ത് വടുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇവർക്ക് ദീർഘകാലമായിട്ടുള്ള വയറുവേദന, ആരോഗ്യം പൊതുവെ മോശമാവുക, അവരുടെ ഭാരക്കുറവ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ, വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ട അവസ്ഥ, വയറിളക്കം, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് ഉള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന മറ്റു കോംപ്ലിക്കേഷനാണ് ഗ്യാസ്ട്രൈറ്റിസ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉൾഭിത്തിയുടെ ആവരണത്തിൽ കിരികിരിപ്പുണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് ആൽക്കഹോൾ. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഗ്യാസ്ട്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഇത് സമാനമാണ്. ഛർദി, വയറുവേദന, ദഹനക്കേട്, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറുവേദന ഉണ്ടാകുന്ന അവസ്ഥ, ഇതും ഗ്യാസ്ട്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. ദൂരങ്ങൾ എന്തിനു തടസ്സമാകണം?